പ്രൊഫസർ റോണി കെ ബേബി അതാണ് അദ്ദേഹം പറയുന്ന അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറയുന്ന അതാണ്. നിങ്ങൾ കൃത്യമായി അഴിമതി കാണിച്ചു, അത് നിങ്ങൾ സമ്മതിക്കുന്നു, അഴിമതി പണം വാങ്ങിയെന്ന് സമ്മതിക്കുന്നു. ഇത് PV എന്ന് പറയുന്ന പിണറായി വിജയൻ അല്ല എന്ന് കൃത്യമായി തർക്കിക്കുകയാണ്. ഇത് തെളിയിക്കാമെങ്കിൽ തെളിയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ കൃത്യമായി SFIO നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമൊക്കെ നൽകിയ മാസപ്പടിയുടെ കൃത്യമായ കണക്കുണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറയുന്ന കാര്യം UDF കൃത്യമായി ആരോപണം ഉന്നയിച്ച സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നില്ല. UDF പോലും ഇക്കാര്യത്തിൽ ശക്തമായ സമരം നയിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറയുന്നത് അത് പിണറായി വിജയൻ അല്ല, പിന്നെ അങ്ങനെ പറയാൻ കഴിയുമെന്നുള്ളതാണ്. പ്രൊഫസർ റോണി കെ ബേബി, നമ്മൾ വിഷയത്തിൽ നിന്നും ഒരുപാട് ഡീവിയേറ്റ് ചെയ്താണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് പോകുന്നു തോന്നുന്നു. കാരണം ഇതിലെ അഴിമതി ആരോപണം ഉയർന്നപ്പോൾ തന്നെ മാസപ്പടി എന്നത് ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് ഈ വിവാദങ്ങൾ മുഴുവൻ ഡെവലപ്പ് ചെയ്ത് വന്നത്. ആ വ്യക്തി ആരാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടി. ആ വീണ വിജയനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മുഴുവൻ ശ്രമങ്ങൾ നടന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള KSIDC, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നികുതിപ്പണം. ഇതിനകത്ത് എന്താണ് പൊതു താല്പര്യം എന്ന് ചോദിച്ചാൽ, പൊതു താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് KSIDC എന്ന് പറയുന്ന സ്ഥാപനം 1 കോടി രൂപയോളം ചെലവഴിച്ച് സുപ്രീം കോടതിയിൽ നിന്നും CS വൈദ്യനാഥൻ എന്ന് പറയുന്ന മുതിർന്ന അഭിഭാഷകനെ കൊണ്ട് കേസ് വാദിച്ചത്? അതാണ് അടുത്ത പ്രശ്നം. ഇത് ഞങ്ങൾ തുറന്നു പറഞ്ഞല്ലോ, ഇവിടെ ഞങ്ങളുടെ സംഭാവന മേടിച്ചു. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട B രാധാകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞു, അതിന് ഇവിടെ കരിമണൽ കൊള്ളയടിക്കാൻ വേണ്ടി ഈ കമ്പനിക്ക് പിന്നെ വലിയ നിർബാധമായിട്ട് അനുമതി കൊടുത്തു. പക്ഷെ വളരെ വ്യക്തമാണ്, ഞങ്ങളുടെ കാലത്തല്ല, UDF ഭരിക്കുന്ന കാലത്ത് ഒരു തരി പോലും. പറയട്ടെ, മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്ത് എന്ത് ചെയ്തു? തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇത് എന്ന് പറയുന്നത് വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ പറയുന്ന കരിമണൽ, അവിടെ സ്വകാര്യ മേഖലയിൽ ഖനനം പാടില്ല എന്ന് കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വന്നു. ആ തീരുമാനം മാറ്റപ്പെടുന്നത് 2018 കൂടിയാ. അന്നേരമാണല്ലോ ഈ പിണറായി വിജയൻ ഈ പറഞ്ഞ വ്യവസായ വകുപ്പിന്റെ പോലും ഫയല് അദ്ദേഹം നേരിട്ട് വിളിപ്പിച്ച് ആ ഫയലിൽ തീരുമാനമെടുത്ത് ഈ പറയുന്ന CMRL എന്ന് പറയുന്ന കമ്പനിക്ക് 2-3 വർഷമാണ് ഈ കരിമണൽ കൊള്ളയടിക്കാനുള്ള അനുമതി കൊടുത്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതെല്ലാം കൃത്യമായി ഇത് കൂട്ടി വായിക്കണം. എപ്പോഴാണ് വീണ വിജയന് ഈ പറയുന്ന 1,81,00,000 രൂപ കിട്ടിയത്? ഈ കൃത്യമായിട്ട് ഈ പറയുന്ന കരിമണൽ കമ്പനി അല്ലെങ്കിൽ ഈ CMRL നമ്മുടെ അമൂല്യമായിട്ടുള്ള പ്രകൃതി വിഭവം കരിമണൽ അത് കൊള്ളയടിച്ചിരുന്ന കാലത്ത്, അവർ ഖനനം ചെയ്തിരുന്ന കാലത്ത്, അപ്പോൾ അതിന് കൊടുത്ത പ്രതിഫലം നമ്മൾ ഈ ഒരു സംഭാവന മേടിക്കുന്നതിനെയും നമ്മൾ ഈ പറയുന്ന ഒരു പ്രത്യുപകാരം ചെയ്ത് അതിന് ഈ പറയുന്ന കൈക്കൂലിയായി അഴിമതി മേടിക്കുന്നത് നമ്മൾ രണ്ടായിട്ട് കാണണം. സംഭാവന മേടിക്കുന്നത് ഈ നാട്ടിൽ നടപ്പാ. അത് ഞങ്ങൾ തുറന്ന് സംബന്ധിച്ചു, ഞങ്ങൾക്ക് അതിന്റെ ഒരു പറയില്ല. പക്ഷെ ഞാൻ പറയും, ഇവിടെ ഞാൻ ഉന്നയിച്ച പ്രസക്തമായ ചോദ്യം, എന്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല? ഞാൻ അതാ ചോദിച്ചത്. ഇവിടെ 5 കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. നമുക്ക് വിധി വരാൻ തെളിവുകൾ ഉണ്ടെങ്കിലേ കേന്ദ്ര ഏജൻസിക്ക് ഇക്കാര്യത്തിൽ ഒരു മെല്ലപ്പോക്കുണ്ടോ? എന്തുകൊണ്ട് അന്വേഷണം ഇത്രമാത്രം വൈകി, ഇപ്പോൾ റിപ്പോർട്ട് വൈകി എന്നുള്ള തരത്തിലാണ് ഇടതു വലത് മുന്നണികൾ പറയുന്നത്. തെളിവില്ല, അതുകൊണ്ടാണ് അന്വേഷണം വൈകുന്നത്, അന്വേഷണ റിപ്പോർട്ട് വൈകുന്നത്. ഇതിനെ എങ്ങനെ കാണുന്നു രാധാകൃഷ്ണൻ? വളരെ വ്യക്തമാണ് ഇതിനകത്ത്. CPM-ഉം BJP ആയിട്ട് ഒരു ഡീലൊന്നും ഇല്ലെന്ന്, ഒരു ഡീലും നിങ്ങൾ പരിശോധിക്കുന്നത്. അതല്ലേ പറഞ്ഞത്, പരിശോധിക്കൂ. നമ്മൾ ഒളിച്ചോടുന്നല്ലോ. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ അവരുടെ കുടുംബാംഗങ്ങളോ ഒന്നും ഒളിച്ചോടുന്നില്ല. അവർ പറയുന്ന കാര്യങ്ങൾ അവർ സ്ട്രെസ് ചെയ്ത് തന്നെ ഉറച്ചു തന്നെ നിൽക്കുന്നത്. അല്ലാതെ നമ്മളത് മാറ്റി പറയുന്നില്ലല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാറ്റി പറയുന്നുണ്ടോ? കർണാടക ഹൈക്കോടതി, കേരള ഹൈക്കോടതി, 2 ഹൈക്കോടതിയിലാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട CMRL മാസപ്പടി കേസിൽ 185 കോടി രൂപയുടെ അഴിമതി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. SFIO അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ് അഴിമതിയുടെ വ്യാപ്തിയെന്നും നിയമാനുസൃതമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ഡൽഹി ഹൈക്കോടതിയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു.